ലോകത്തിലെ ആദ്യ ബഹിരാകാശ നിലയമായ സാല്യൂട്ട് 1-ൽ ഡോക്ക് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് 1971 ജൂൺ 6-ന് സോവിയറ്റ് ബഹിരാകാശ പേടകം സോയൂസ് 11 ലോഞ്ച് ചെയ്യപ്പെട്ടത്. ഉള്ളിൽ കമാൻഡർ ജോർജി ഡോബ്രവോൾസ്കി, ഫ്ലൈറ്റ് എഞ്ചിനീയർ വ്ളാഡിസ്ലാവ് വോൾക്കോ, റിസർച്ച് എഞ്ചിനീയർ വിക്ടർ പാറ്റ്സ്യേവ് മൂവരെയും വഹിച്ച് ജൂൺ 7-ന് തന്നെ പേടകം ലക്ഷ്യസ്ഥാനത്തെത്തി. ഡോക്കിംഗ് പ്രൊസീജിയറിന് ശേഷം യാത്രികർ സാല്യൂട്ട് 1-ൽ പ്രവേശിക്കുന്നു. തുടർന്ന് 22 ദിവസം ബഹിരാകാശ നിലയത്തിൽ പരീക്ഷണങ്ങളുമായി കഴിഞ്ഞ മൂവരും ജൂൺ 29-ന് നിലയത്തിലെ സയന്റിഫിക് സ്പെസിമെനുകളും ഫിലിംസ്, ടേപ്സ് തുടങ്ങിയ മറ്റുപകരണങ്ങളും സോയൂസ് 11-ൽ ലോഡ് ചെയ്ത് അൺഡോക്കിംഗ് നടത്തുന്നു. ഭൂമിയിലേക്ക് തിരിച്ച സോയൂസ് 11 ജൂൺ 30-ന് അറ്റ്മോസ്ഫിയറിക് റീഎൻട്രിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനിടെ എർത്ത് അറ്റ്മോസ്ഫിയറിന് 28 കിലോമീറ്റർ അകലെ വെച്ച് വെന്റിലേഷൻ വാൾവ് പ്രിമച്ചുറായി തുറന്നതിനാൽ ക്യാപ്സൂളിനുള്ളിലെ മർദ്ദം കുറഞ്ഞ് 3 ക്രൂ മെമ്പേഴ്സും കൊല്ലപ്പെടുന്നു. തുടർന്ന് 25 മിനിറ്റ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് സിസ്റ്റം വഴി ക്യാപ്സൂൾ ഭൂമിയിൽ സേഫ് ലാൻഡ് ചെയ്യുന്നു. റിക്കവറി ടീം ക്യാപ്സൂൾ തുറന്നപ്പോൾ 3 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തി. സോയൂസ് 11-ലെ ഈ 3 ക്രൂ മെമ്പേഴ്സാണ് ബഹിരാകാശത്ത് മരണപ്പെട്ട ഒരേയൊരു മനുഷ്യർ.